നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിൽ തലസ്ഥാന നഗരി ചൂട് പിടിക്കുമ്പോഴും പ്രചാരണ രംഗത്ത് മുൻ മേയർ ആര്യ രാജേന്ദ്രനെ ഒരു മൂലയിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് CPM. കഴിഞ്ഞ ദിവസം CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുത്ത പൂജപ്പുര പൊതുസമ്മേളനത്തിൽ ആര്യ ആദ്യം എത്തിയിരുന്നെങ്കിലും വേദിയിലോ മുൻനിരയിലോ ആര്യയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. സാധാരണ പ്രവർത്തകർക്കിടയിൽ ഒരു കാഴ്ചക്കാരിയുടെ റോഡിൽ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് മേയർ ഒതുങ്ങിക്കൂടി. 21ാം വയസ്സിൽ ഭരണം ഏറ്റെടുത്ത ആര്യ രാജേന്ദ്രനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നാണ് CPM കൊട്ടിഘോഷിച്ചത്. എന്നാൽ വിവാദങ്ങളുടെയും അഹങ്കാരത്തിന്റെയും ഭരണകാലമാണ് തലസ്ഥാനം അന്ന് കണ്ടത്. 5 വർഷത്തെ മേയർ ഭരണത്തിന് ശേഷം ആര്യയ്ക്ക് ഇത്തവണ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും നൽകിയില്ല. നിയമസഭയിലേക്ക് പരിഗണിക്കാമെന്നായിരുന്നു പാർട്ടിയുടെ അന്നത്തെ നിലപാട്. എന്നാൽ 45 വർഷമായി LDF കുത്തകയാക്കി വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുകയും നഗരസഭയിൽ കാവിക്കൊടി പാറുകയും ചെയ്തതോടെ സ്ഥിതി മാറി. ഈ സാഹചര്യത്തിൽ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ആര്യയുടെ പേര് ഒരു ഘട്ടത്തിൽ പോലും CPM പരിഗണിച്ചില്ല. ഇതോടെ തലസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടത്തിൽ സജീവമാകാനാകാതെ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുകയാണ് മുൻ മേയർ. ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് ബാലുശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ്. എന്നാൽ ഇവിടുത്തെ പ്രചാരണത്തിലും ആര്യ സജീവമല്ല. ഇതോടെയാണ് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. സജീവ രാഷ്ട്രീയത്തിലെത്തുന്ന പുതുമുഖങ്ങൾ എങ്ങനെയാകരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആര്യ രാജേന്ദ്രൻ എന്നാണ് പ്രശാന്ത് വാസുദേവ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആര്യയ്ക്ക് പാർട്ടി വലിയ റോൾ നൽകിയില്ല എന്ന വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. കേവല രാഷ്ട്രീയവും സജീവ രാഷ്ട്രീയവും രണ്ടാണ്. പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ വഹിക്കുമ്പോഴും പാർട്ടിയിലൂടെ അധികാര സ്ഥാനങ്ങളിൽ എത്തുമ്പോഴും മുഴുനീള രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുമ്പോഴും നിങ്ങൾ സജീവ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ കേവല രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി മാത്രമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഒരിക്കലും സജീവ രാഷ്ട്രീയമായി കണക്കാക്കാൻ പറ്റില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും മേയർ സ്ഥാനത്തേക്ക് പൊടുന്നനെ എത്തുമ്പോൾ അത് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റമാണ്. അവിടെ പാർട്ടിക്ക് വിധേയായി നിൽക്കുമ്പോഴും സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന മറ്റു ചില ഗുണഗണങ്ങൾ ആർജിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് പാർട്ടിക്കാരല്ലാത്ത ജനങ്ങളോടുള്ള പെരുമാറ്റ രീതി. പിന്നെ നമ്മുടെ മാനറിസം എന്നത് മികച്ച വസ്ത്രധാരണവും അംഗചലനങ്ങളും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതിൽ വിനയത്തിന്റെയും എളിമയുടെയും ഭാവത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ശബ്ദത്തിന്റെ ടോണിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ആർജിക്കാതെ പോയതും പാർട്ടിയുടെ വിധേയത്വം എന്നത് സമ്പൂർണ്ണ അടിമത്തമായതും ആര്യയ്ക്ക് വിനയായി. മേയർ സ്ഥാനത്തിരിക്കുമ്പോഴുള്ള ആര്യയുടെ പാർട്ടി വിധേയത്വം എന്നത് ശരിക്കും പറഞ്ഞാൽ ജില്ലാ നേതൃത്വത്തോടുള്ള വിധേയത്വമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജില്ലാ നേതൃത്വത്തിന് ഒരു എതിർപക്ഷം പലപ്പോഴും ഉള്ളതും അതിൽ ഏത് പക്ഷമാണ് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ സ്വീകാര്യമെന്നുമൊക്കെ മനസ്സിലാക്കി വിധേയത്വത്തിന് ശരിയായ നിർവചനം നൽകാൻ ആര്യയ്ക്ക് പറ്റിയില്ല. അത് മറ്റൊരു രാഷ്ട്രീയം. അതിന് കാരണം സജീവ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന പക്വതയുടെയും രാഷ്ട്രീയ അനുഭവത്തിന്റെയും അഭാവം തന്നെയാണ്. ഇത് രണ്ടുമുള്ള ഒരാൾക്ക് വിനയം എന്നതും പ്രായോഗിക ബുദ്ധി എന്നതും തനിയെ വന്നു ചേരുന്നതാണ്. വീഴ്ചകളിൽ ആര്യയെ പിന്തുണയ്ക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു. പക്ഷേ ആ പിന്തുണ തനിക്കുള്ള പൂർണ്ണ പിന്തുണയാണെന്നും അത് താൻ മേയർ സ്ഥാനത്ത് നിന്ന് പോയാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ പാർട്ടി തോറ്റാലും തനിക്കുണ്ടായിരിക്കുമെന്ന പക്വതയില്ലായ്മയിൽ നിന്നുള്ള തെറ്റായ ബോധ്യമാണ് ആര്യയ്ക്ക് വിനയായ മറ്റൊരു ഘടകം. MLA കൂടിയായ ഭർത്താവിന് കൊടുക്കുന്ന പിന്തുണ എന്ത് തെറ്റ് ചെയ്താലും തനിക്ക് കിട്ടുമെന്ന തെറ്റിദ്ധാരണ അതിന് ആക്കം കൂട്ടുകയും ചെയ്തു. ഒടുവിൽ നഗരസഭയിൽ ഭരണം പോയപ്പോൾ എല്ലാ കുറ്റവും ആര്യയുടെ തലയ്ക്കായി. ആ ഭരണമാറ്റത്തിന് ഒരു പ്രധാന കാരണം ആര്യയാണ് എന്നല്ലാതെ ആര്യ മാത്രമാണ് എന്നൊരിക്കലും പറയാനാവില്ല. അവിടെ പ്രവർത്തിച്ച നിരവധി ഘടകങ്ങൾ വേറെയുമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്ന പുതുമുഖങ്ങൾക്കും ആര്യ വലിയൊരു പാഠമാണ്. പാഠങ്ങൾ പഠിക്കാൻ അവർക്കൊക്കെ പറ്റട്ടെ. ഇതോടെ രാഷ്ട്രീയ വനവാസത്തിന് വിധിക്കപ്പെട്ട ആളല്ല ആര്യ. അത് ആ പാർട്ടി മനസ്സിലാക്കണം. സ്വയം തിരുത്തപ്പെടാത്ത തെറ്റുകൾ ചിലരിലെങ്കിലും തിരുത്തിക്കാൻ പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിച്ചോറ് വാരിക്കുന്നവർ പൊള്ളുന്ന കയ്യിനെ അങ്ങനെയങ്ങ് ഉപേക്ഷിക്കരുതല്ലോ എന്നും അദ്ദേഹം പറയുന്നുണ്ട്.